ഹരീഷ് കല്യാണിൻ്റെ കുറച്ച് പോസ്റ്റേഴ്സ് കണ്ടിട്ടാണ് സ്റ്റാർ എന്ന സിനിമ ഞാൻ ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിന് റീപ്ലേസ് ചെയ്തിട്ട് ഈ സിനിമയിൽ കവിൻ വന്നു. അങ്ങനെ സ്റ്റാർ എന്ന സിനിമ ഞാൻ അന്ന് പോയിട്ട് കണ്ടു. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു ആക്ടർ ആവാൻ അത്രയും ഡ്രീമുള്ള ഒരു പ്രൊട്ടാഗണിസ്റ്റിൻ്റെ കഥയാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. സാധാരണ നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ ഒരു സിനിമ എത്രത്തോളം എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ സംഭവം, അല്ലെങ്കിൽ അത് തന്നെയാണ് കാര്യമായിട്ട് എല്ലാവരും എല്ലാ സിനിമകളും കാണുമ്പോൾ പ്രതീക്ഷിക്കുക. ആൻഡ് ഈ സിനിമയുടെ കേസിൽ തുടക്കത്തിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്, അത് അങ്ങനത്തെ ഒരു രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഈ സിനിമയുടെ ട്രാക്ക് മാറ്റുമ്പോഴത്തേക്കും വല്ലാതെ ഈ സിനിമ കണക്റ്റ് ആവുന്നുണ്ട്. അങ്ങനത്തെ ഒക്കെ ഒരു നരേറ്റീവിലാണ് ഈ സിനിമ പോയിട്ടുള്ളത്. പ്രൊട്ടാഗണിസ്റ്റിനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു പ്ലസ് പോയിന്റ്. അപ്പോൾ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ ആ ഒരു നരേറ്റീവിൽ വരുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോഴത്തേക്കും അതെല്ലാം നല്ല കൊള്ളാവുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. എലൻ എന്ന ഡയറക്ടറിൻ്റെ സിനിമയോടുള്ള പാഷൻ ഭയങ്കരമായിട്ട് ഈ സിനിമയിൽ കാണിച്ചു വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഓരോ ആക്ടർക്ക് കൊടുക്കുന്ന ട്രിബ്യൂട്ടാണെങ്കിലും സിനിമ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അദ്ദേഹം ഈ സിനിമയിൽ അതിൻ്റെ സിനിമയോടുള്ള ലവ് അടിപൊളിയായിട്ട് കാണിച്ചു വെച്ചിട്ട്. ഈ സിനിമ ആദ്യം ഹരീഷ് കല്യാണിനെ വെച്ചിട്ട് ചെയ്യാൻ വിചാരിച്ചൊരു ഫിലിമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം മാറിയെന്ന് എനിക്കറിയില്ല. പക്ഷേ കവിൻ്റെ ആക്ടൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഈ സിനിമയിൽ അദ്ദേഹത്തിന് പകരം വേറൊരു ആർട്ടിസ്റ്റിൻ്റെ കേസ് എനിക്ക് ആലോചിക്കാൻ വയ്യ. ആ ഒരു പെർഫോമൻസ് തന്നെ അവിടെ വരുമ്പോഴത്തേക്കും സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ സൗൾ എന്ന് പറഞ്ഞാൽ അത് യുവൻ ശങ്കർ രാജയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മ്യൂസിക് അത്രയും കിടിലമായിട്ട് വന്നിട്ടുണ്ട്. അതിപ്പോൾ ഓരോ സീനിൽ കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഇനി അഥവാ പുള്ളി ചെയ്യുന്ന സോങ്സ് ആണെങ്കിലും എല്ലാതും ഒരു കൺസിസ്റ്റൻ്റ് രീതിയിലാണ്. നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഒരു അക്ഷരം സത്യം പറഞ്ഞ യുവൻ ശങ്കർ രാജ ഈ സിനിമയിൽ കണക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ സിനിമയിൽ അദ്ദേഹം ചെയ്തു വെച്ചത്. മൊത്തത്തിൽ പറയുമ്പോൾ സ്റ്റാർ എന്ന സിനിമ എന്നെ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് കണ്ടപ്പോൾ അത്രയും സന്തോഷം ആൻഡ് ഇമോഷൻസൊക്കെ ഉണ്ടായി. അങ്ങനത്തെ ഒക്കെ ഒരു പടം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.